അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഈ ഒരു ഹൈലറ്റ്സ് ഓടിച്ച് നോക്കാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്തൊരു ഓഫ് റോഡ് മാപ്പാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹൈലറ്റ്സിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഹൈലറ്റ്സിൻ്റെ ഇൻറ്റീരിയർ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പുതുത്തമിഴേക്ക് എല്ലാവർക്കും സാധനം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയുടെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വേറെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയുടെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള വണ്ടിയും ഇഷ്ടമുള്ള ഗ്രാഫിക്സുകൾ ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഏതൊരു ഫോട്ടോ ഒരു ഗ്രാഫിക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വണ്ടികളും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഇപ്പോൾ കാറിലായാലും ബസ്സിലായാലും നമുക്ക് ഒരു അടിപൊളി ഗ്രാഫിക്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള ടൈപ്പ് കളർ ഡിസൈനൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. പിന്നെ അതേപോലെ തന്നെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയുടെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പ്ലേ ലിസ്റ്റായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ താഴ്ത്തി ഞാൻ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്ത് പ്ലേ ലിസ്റ്റ് സെർച്ച് ചെയ്ത ബസ് സിമുലേറ്ററിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബസ് സിമുലേറ്റർ കളിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരുവിധം വീഡിയോസൊക്കെ ആ ഒരു പ്ലേ ലിസ്റ്റിലുണ്ട്. പിന്നെ ഏതെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴ്ത്തി കമൻറ്റ് ഇട്ടാൽ മതി. വീഡിയോയിൽ കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഗൂഗിൾ എടുത്തതിന് ശേഷം ഇതേപോലെ കാറിൻ്റെ കസ്റ്റം ഗ്രാഫിക്സ് ഇമേജസ് സെർച്ച് ചെയ്ത് ഇതേപോലെ ഇഷ്ടംപോലെ അടിപൊളിയായിട്ടുള്ള ഗ്രാഫിക്സുകൾ കിട്ടും. അതായത് നമുക്ക് വണ്ടിയും ആഡ് ചെയ്യാൻ പറ്റിയ കുറേ ഗ്രാഫിക്സുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് അതൊന്ന് എടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു വൈറ്റ് എനിക്ക് കുറച്ച് ഇഷ്ടമായി. കുറേ എണ്ണം ഉണ്ട്, നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് വെച്ചാൽ എടുക്കുക. അതിന് ശേഷം എടുത്തതിന് ശേഷം ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം മാത്രമായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കുക. അതായത് കാറിൻ്റെ ഭാഗം വേണ്ട, ജസ്റ്റ് അടിയിലത്തെ ഗ്രാഫിക്സ് മാത്രമായിട്ടൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഓപ്പൺ ചെയ്യാം. അതിന് ശേഷം ഇതെങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ ബസ് സിമുലേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ രീതിയിൽ ഞാൻ ജസ്റ്റ് ഗ്രാഫിക്സ് ആഡ് ചെയ്തിരിക്കുന്നതാണ് ബസ്സുമേ. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഗാരേജ് എടുക്കുക. അപ്പോൾ ഗാരേജ് എടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു കാറുമ്മലാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെയുള്ള കുറച്ച് കാറുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഫോർച്യൂണർ ലെജൻഡർ ഉണ്ട്, അതേപോലെ തന്നെ മിനി കൂപ്പർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത ഗ്രാഫിക്സാണ്. ഇത് പോർഷയുടെ കയ്യിനാണ്. അപ്പോൾ ഇതുമ്പോൾ നമ്മൾ ഗ്രാഫിക്സ് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു വൈറ്റ് കാറായിരുന്നു. അപ്പോൾ ഇതുമ്പോൾ ഗ്രാഫിക്സ് ആഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ടൊയോറ്റയുടെ ഹൈലറ്റ്സും എടുത്തൊന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം ഇവിടെ മുകളിൽ ഇങ്ങനെ ഒരു പെയിൻറ്റിൻ്റെ ഒരു സംഭവം കാണാം. അപ്പോൾ അതെടുക്കുമ്പോൾ ഇവിടെ അടിയിൽ ബ്ലൗസ് ലിവറി സൈഡിലായിട്ട് ബ്ലൗസ് ലിവറി എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അതെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഓപ്ഷൻ ഇത് ബ്ലൗസ് ലിവർ എടുക്കുമ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഇമേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ലിവറിയാണ്. അപ്പോൾ ഇത് ഈ സൈഡ് ബ്ലാക്കും അപ്പോൾ അതിന് അപ്പുറത്തെ സൈഡ് വൈറ്റും ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലിവറി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഒന്നും കൂടി ആഡ് ചെയ്ത് കാണിച്ചത്. അതായത് ഞാൻ ജസ്റ്റ് നേരത്തെ പോർഷിലൊക്കെ ആഡ് ചെയ്തൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ജസ്റ്റ് പോർഷിൽ ആഡ് ചെയ്ത് കാണിച്ച ലിവറിയാണ്. പിന്നെ ഈ ഒരു വണ്ടി അടിപൊളിയാണ്, അതായത് ഇന്ത്യയിലൊക്കെ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഈ ഒരു ഹൈലറ്റ്സ് ഓടിച്ച് നോക്കാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്തൊരു ഓഫ് റോഡ് മാപ്പാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹൈലറ്റ്സിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഹൈലറ്റ്സിൻ്റെ ഇൻറ്റീരിയർ. ശരിക്കും ഒറിജിനാലിറ്റിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ച് ഈ രീതിയിൽ സ്റ്റിയറിംഗ് തിരിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈലറ്റ്സിൻ്റെ ഇൻറ്റീരിയർ. അപ്പോൾ ഇതാണ് നമുക്ക് പുറത്തുനിന്നുള്ള ലുക്ക്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് വണ്ടിയും ഗ്രാഫിക്സൊക്കെ ചെയ്ത് ഓടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ മാപ്പുകളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയുണ്ടായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തപ്പെടുത്താം. അപ്പോൾ അടിപൊളിയാണ് അടുത്ത വീഡിയോ കാണാം. Goodbye.